പത്തനംതിട്ടയിൽ ആളുമാറി വിവാഹാനുബന്ധ ചടങ്ങിൽ പങ്കെടുത്തു പോയവരെ ലാത്തിക്കടിച്ച സംഭവത്തിൽ ഇപ്പോൾ നടപടി വന്നിട്ടുണ്ട്. SI JU ജിനു ഉൾപ്പെടെ 3 പോലീസുകാർക്ക് സസ്പെൻഷൻ നൽകി. CK അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, വലിയ വിമർശനമുയരുന്നുണ്ടായിരുന്നു. പരാതിക്കാർ പോലും ഗുരുതരമായ കാര്യങ്ങൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാരണവുമില്ലാതെയാണ് ഓരോരുത്തരെയും തല്ലിച്ചതച്ചത്. എങ്ങനെയാണ് നടപടി? കട്ടവരെ കണ്ടില്ലെങ്കിൽ കണ്ടവരെ പിടികൂടുക എന്നുള്ള തരത്തിലുള്ള നടപടിയാണ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഹെയ്ഡേ ബാറിന് മുൻവശത്തുണ്ടായത്. സംഘർഷത്തിൽ ഉൾപ്പെട്ട ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ കണ്ണിൽ കണ്ടവരെയെല്ലാം പോലീസ് ലാത്തികൊണ്ട് അടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് അതിശക്തമായ പരാതിയും പ്രതിഷേധവും ഉയർന്നു വരികയും ഒടുവിൽ മാധ്യമവാർത്തകളുടെ കൂടി പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം നടത്തി 3 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഈ അക്രമത്തിന് ലാത്തിച്ചാർജിന് നേതൃത്വം നൽകിയ പത്തനംതിട്ട സ്റ്റേഷനിലെ SI JU ജിനു, പോലീസുകാരായ ജിബിൻ ജോസഫ്, അഷാഖ് റഷീദ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ സസ്പെൻഷൻ വന്നത്. ഉച്ചയോടുകൂടി SI ജിനുവിനെ പത്തനംതിട്ട സ്റ്റേഷനിൽ 1 കിലോമീറ്റർ മാറി ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ജില്ലാ പോലീസ് മേധാവി ഇറക്കിയിരുന്നു. ഒപ്പം തന്നെ തുടർ നടപടികൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും അദ്ദേഹം അഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ഇത് പ്രഥമ ദൃഷ്ടിയായുള്ള നടപടിയാണ്, ജില്ലാ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന നടപടിയാണ്. തുടർ നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ്. ADGP ആണ് ഇപ്പോൾ 3 സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് അന്വേഷണം കൂടി ഉണ്ടാകും. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന FIR-ൽ ഇവരുടെ ആരുടെയും പേര് ഉൾപ്പെട്ടിട്ടില്ല. ചുരുക്കത്തിൽ ഈ 3 പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സസ്പെൻഷൻ എന്ന നിലയ്ക്ക് വരുന്നതോടുകൂടി ഇവർ 3 പേരും കേസിൽ പ്രതികളാവുകയും ചെയ്യും. ഇന്നലെ രാത്രി 11 മണിക്ക് ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് നടപടിയിലേക്ക് പോയ സംഭവത്തിൻ്റെ ആധാരമായിട്ടുള്ള മൊഴി പത്തനംതിട്ട ഹെയ്ഡേ ബാറിൻ്റെ നടത്തിപ്പുകാരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മദ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹോട്ടലിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കി എന്നുള്ളതാണ് അവർക്കെതിരായ നടപടിക്ക് കാരണമായിട്ടുള്ളത്. 10 പേരെയാണ് അതിൽ പ്രതി ചേർത്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ കേസിലെ പരാതിക്കാരായിട്ടുള്ള യുവതി അടക്കമുള്ള ആളുകൾ ഇത്തരം നടപടികൾ കൊണ്ട് പിന്നോട്ട് പോകുന്നില്ല. അവർ ശക്തമായ നടപടി തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഈ പ്രതികൾക്കെതിരെ അല്ലെങ്കിൽ പോലീസുകാർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തിയുള്ള കേസാണ് വരേണ്ടത്. അത്തരത്തിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകാത്ത പക്ഷം കോടതിയെ സമീപിക്കുമെന്നാണ് പരാതിക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്.